പ്ലീസ് ബുക്ക് യുവർ പ്രോഫിറ്റ്. ഓക്കെ, പ്ലീസ് ബുക്ക് ദ പ്രോഫിറ്റ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാളെ ഇപ്പോൾ ഇതിന്റെ ക്രിയേറ്റർ, ഈ ഒരു ഇൻഡിക്കേറ്റർ ക്രിയേറ്റ് ചെയ്ത ആള് ഡിലീറ്റ് ചെയ്ത് കളയാന്ന് വെച്ചോളൂ. ഓക്കെ, അയാളത് ട്രേഡിംഗ് വ്യൂ ഒന്ന് പിൻവലിച്ചു. പക്ഷേ സ്റ്റിൽ ഇൻ യുവർ എന്താ പറയുക സിസ്റ്റം ദാറ്റ് വിൽ ബി സേവ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും NR ട്രേഡർ മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, A to Z കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് സ്റ്റാർട്ടിങ് മുതൽ എങ്ങനെ ഇതിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ തൊട്ടിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാവും. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് ഇതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ നിങ്ങളോടൊക്കെ സംസാരിച്ചതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ധാരണ പോലും ഇല്ല. ഇത് എന്തിന് ഇത് ഉപയോഗിക്കുന്നു, ഇതിനെ നോക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതുപോലും അറിയില്ല. അപ്പം അതിന് കറക്റ്റ് ആയിട്ടുള്ള സെറ്റിംഗ്സ് നമ്മൾ കൃത്യമായിട്ട് ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നോക്കുന്ന പ്രൈസിൽ വരെ മാറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് നോക്കണം. അപ്പോൾ ആ സെറ്റിംഗ്സ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്നുണ്ടാവും. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രേഡിംഗ് വ്യൂ പുതിയതായിട്ട് തന്നെ നമുക്ക് എന്താ പറയുക ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ട്രേഡിംഗ് വ്യൂ. അപ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് നിങ്ങൾക്ക് ഓപ്പൺ ആയി വരുന്നു. അവിടെ നിങ്ങൾ ഈ മേലെയുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സൈൻ ഇൻ ഓപ്ഷൻ വരും. സൈൻ ഇൻ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഈ കാണുന്ന ഏത് ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഞാൻ സൈൻ ഇൻ കൊടുക്കുകയാണ്. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ലെറ്റ്സ് സേ NRI ട്രേഡർ. ദെൻ ഇവിടെ ഒരു പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ലെറ്റ്സ് സേ ഓക്കെ, കണ്ടിന്യൂ കൊടുക്കാം. 1 moment പ്ലീസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഒരു പുതിയ അക്കൗണ്ട് ട്രേഡിംഗ് വ്യൂവിൽ ഓപ്പൺ ആയി കഴിഞ്ഞു. ഇത് ഇത്രയും സിമ്പിൾ ആണ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. നൗ ഇവിടെ എല്ലാം എന്താ പറയുക, ഇവിടെ എല്ലാം ഓരോ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, പിന്നെ ഇതിന്റെ ബാക്കിയുള്ള സെറ്റിംഗ്സ്. നമുക്ക് ആദ്യത്തെ, ഇതിപ്പോൾ ഫ്രഷ് അക്കൗണ്ട് ആണ്, ഇവിടെ എന്തൊക്കെ സെറ്റിംഗ്സ് ആണ് നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ആദ്യം നോക്കാം. നൗ നെക്സ്റ്റ്, നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ചാർട്ട് നമുക്ക് ഓപ്പൺ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ സെർച്ച് ബട്ടൺ ഉണ്ട്, അവിടെ സെർച്ച് ചെയ്യാം നമ്മൾ. ഓക്കെ, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിഫ്റ്റി എന്ന് ടൈപ്പ് ചെയ്യുക അവിടെ. ഓക്കെ, അവിടെ നിഫ്റ്റി എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ഇൻഡെക്സിന്റെ ഇത് ഓപ്പൺ ആയി വന്നു. ലൈസ്, ഇവിടെ ഈ ലോൺ ചാർട്ട് ഉണ്ട്, ആ ലോൺ ചാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. റൈറ്റ്, അപ്പോൾ നിങ്ങൾ ചാർട്ടിലേക്ക് വരുന്നു. റൈറ്റ്, ഇതിപ്പോൾ ഒരു പ്ലെയിൻ ചാർട്ടാണ്, ഇതിനകത്ത് ഒന്നുമില്ല. റൈറ്റ്, ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ വന്നിട്ട് ഇവിടെ ഈ ബട്ടൺ ഉണ്ടല്ലോ, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വന്നിരിക്കുന്ന ഈ ഒരു പോർഷൻ നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ള എന്താണ്, ഇതിനകത്ത് സെറ്റിംഗ്സിൽ പോയിട്ട് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ബീയിങ് പിന്നെ എന്താണ്, ബീയിങ് ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ട്രേഡർ, ഇക്വിറ്റി ട്രേഡർ. അപ്പോൾ ഇവിടെ ബൈ സെൽ ഓപ്ഷൻ ഒക്കെ വന്നിട്ടുണ്ട്, അതൊന്നും നമുക്ക് വേണ്ട. ഓക്കെ, അപ്പം അതൊക്കെ കൺഫ്യൂഷൻസ് ആണ്. അപ്പോൾ ഇവിടെ പോവുക, ഇവിടെ പോയിട്ട് ട്രേഡിംഗ് എന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ എവിടെയാണ് ഞാൻ പോയത്, ഇവിടെ മേലെ സെറ്റിംഗ്സിൽ പോവുക, അവിടെ പോയിട്ട് ട്രേഡിംഗിൽ ക്ലിക്ക് ചെയ്യുക. ട്രേഡിംഗിൽ ഇവിടെ എന്തൊക്കെ ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ അതൊക്കെ അൺചെക്ക് ചെയ്യുക. അപ്പോൾ ബൈ സെൽ, പൊസിഷൻസ്, ഓർഡേഴ്സ്, ഓക്കെ, ബ്രാക്കറ്റ്, എക്സിക്യൂഷൻസ്, എക്സ്റ്റെൻഡഡ് പ്രൈസ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ആൻഡ് ഓക്കെ കൊടുക്കുക. അപ്പോൾ അതെല്ലാം പോയി. ഓക്കെ, രണ്ടാമതായിട്ട് ടൈം. ഇവിടെ റൈറ്റ് സൈഡിൽ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് ടൈം, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ടൈം ഏതാണോ അത് നിങ്ങൾ എടുത്തോളൂ, അല്ലെങ്കിൽ പിന്നെ ഇന്ത്യൻ ടൈം സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ 5:30 ആണ് നമ്മുടെ സമയം വരിക അല്ലെ, +3 കൊൽക്കട്ട. ഓക്കെ, +5:30. അപ്പോൾ അതാണ് നമ്മുടെ സമയം വരെ നമ്മൾ സെലക്ട് ചെയ്തു. അതും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗ്രിഡ് ലൈൻ കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ ഒക്കെ ഗ്രിഡ് ലൈൻ ഉണ്ട്, ഇങ്ങനെ ലൈൻസ് ഉണ്ട്. ആ ലൈൻസ് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ പിന്നെയും സെറ്റിംഗ്സിൽ പോവുക, ക്യാൻവാസിൽ വരിക. അത് കഴിഞ്ഞിട്ട് ഗ്രിഡ് ലൈൻസ് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നൺ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ആ പുറകിലുള്ള കാര്യങ്ങളൊക്കെ പോയി. റൈറ്റ്, എന്നിട്ട് അവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ പുറകിലുള്ള ഗ്രിഡ് ലൈൻസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അത് വൃത്തിയുള്ള ചാർട്ടായിട്ട് മാറും. അത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, ഗോയിങ് ഫോർവേഡ്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്, ഇവിടെ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ സേവ് ചെയ്യണം. അപ്പോൾ ഇവിടെ മേലെ സേവ് ബട്ടൺ നിങ്ങൾക്ക് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓട്ടോ സേവ് എന്ന ഓപ്ഷൻ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആകും, അല്ലെങ്കിൽ ഓട്ടോ സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, എന്തെങ്കിലും ഇൻഡിക്കേറ്റർ ഇടുകയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഫേവറേറ്റ് ചെയ്ത് വെക്കുകയാണോ, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് തന്നെ അവിടെ സേവ് ആയിക്കോളും. അപ്പം അത് ഓൺ ചെയ്ത് വെക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് നോക്കാനുള്ള എന്താണ്, ഇനിയിപ്പോൾ ഇതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം. ഓക്കെ, ഞാനിങ്ങനെ വലിച്ചു നീട്ടുന്നില്ല, ഞാൻ കൃത്യമായിട്ടുള്ള പോയിന്റുകൾ പോയിന്റ് ടു പോയിന്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ്.
അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയതായിട്ട് കാണുന്നതാണെങ്കിൽ ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, ഇതേപോലത്തെ ലേണിംഗ് കോണ്ടന്റ് ഞാൻ ഇനിയും ഉണ്ടാക്കുന്നുണ്ടാവും. കാരണം സ്റ്റോക്കിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോസ് ഇനി വരാൻ സാധ്യതയില്ല. അപ്പം ഞാൻ കുറേ ഇനി മുമ്പോട്ട് വരാൻ പോകുന്ന വീഡിയോസിലൊക്കെ ചിലപ്പോൾ സ്ട്രാറ്റജീസ് പുതുതായിട്ട് ഞാൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഡൗട്ടുകൾ വരരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നതൊക്കെ ആദ്യം തന്നെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമുക്ക് മുമ്പോട്ടുള്ള വീഡിയോസ് വരുമ്പോൾ അത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കാതിരിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ബിക്കോസ് അതെൻ്റെ കടമയും കൂടിയാണ്. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റോക്കും ഞാൻ എന്താ പറയുക, എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഇൻവെസ്റ്റർ ആണോ അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല യൂട്യൂബിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് അപ്ലൈ ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് സേ ഇവിടെ ഇൻഡിക്കേറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ വിട്ടേക്കുക. ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ വന്നു. അവിടെ നമ്മളിപ്പോൾ ഒരു മൂവിങ് ആവറേജ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യണമെന്ന് വെക്കുക. ട്രേഡിംഗ് വ്യൂ ബേസിക്കലി എനിക്ക് തോന്നുന്നു 3 എണ്ണത്തിനാണ് ഇപ്പോൾ ഫ്രീ ആയിട്ടുള്ള വേർഷനിൽ കൊടുക്കുന്നത്. അപ്പം നമുക്ക് മൂവിങ് ആവറേജ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ 2, 3 മൂവിങ് ആവറേജ് ഒക്കെ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് വേറെ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും വെക്കാൻ പറ്റാത്തൊരവസ്ഥയാവും. അപ്പോൾ അതിനെന്ത് ചെയ്യുക, ഒറ്റ ഇൻഡിക്കേറ്ററിൽ തന്നെ 3 എന്താ പറയുക ആവറേജും എന്ന് വെച്ചാൽ 20 ഡേ, 50 ഡേ, 200 ഡേ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഒറ്റ ഇൻഡിക്കേറ്ററിൽ തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് നമ്മൾ സിമ്പിൾ മൂവിങ് ആവറേജ് എന്ന് ടൈപ്പ് ചെയ്യുക. സിമ്പിൾ മൂവിങ് ആവറേജ് ഇവിടെ ഇത് കണ്ടില്ലേ, 50, 100, 200. നിങ്ങളിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു മൂവിങ് ആവറേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ ചിലപ്പോൾ ഒറ്റ ഒരെണ്ണേ വരുള്ളൂ, ഒറ്റ ഇൻഡിക്കേറ്റർ. ഇപ്പം ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്തു, നമുക്കിത് കിട്ടി. അവിടെ നിങ്ങൾക്ക് കാണാം സിനിമാറ്റോഗ്രാഫർ. ഓക്കെ, അവിടെ നിങ്ങൾ ഇതിന് ഈ സ്റ്റാർ കൊടുത്തിട്ടില്ലേ, ഈ സ്റ്റാർ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം നിങ്ങളുടെ ഫേവറേറ്റിൽ അവിടെ സേവ് ആയി കിടക്കും. പിന്നെ നിങ്ങൾക്കത് രണ്ടാമത് സെർച്ച് ചെയ്യേണ്ട കാര്യം വരില്ല. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ പിന്നെ എന്താ പറയുക, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് ഇവിടെ ഈ സ്റ്റാർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ സേവ് ആയി. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ വരുന്ന എന്താ പറയാ, ഈ പറയുന്ന ഓരോ ഇൻഡിക്കേറ്റേഴ്സും നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാർ ബട്ടൺ ക്ലിക്ക് ചെയ്തു, ദാറ്റ്സ് ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്കത് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഒരു വട്ടം മാത്രം ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ, ഒരു വട്ടം ക്ലിക്ക് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഇൻഡിക്കേറ്റർ ഇവിടെ അപ്ലൈ ആയി കഴിഞ്ഞു. ഇവിടെ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇതിന്റെ പിന്നെ നമുക്ക് 3 ഇൻഡിക്കേറ്റർ നമുക്ക് ഇവിടെ കിട്ടി. ഏതൊക്കെ കിട്ടി? 50, 100, 200. റൈറ്റ്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇതിന്റെ എന്താ പറയാ, അതിന്റെ അമൗണ്ട്സ് മാറ്റാം, അതിന്റെ വാല്യൂസ് മാറ്റാം. ഇവിടെ നിങ്ങൾക്ക് 50 വേണമെങ്കിൽ 50 കൊടുക്കാം, അല്ലെങ്കിൽ 20 വേണമെങ്കിൽ 20 ടൈപ്പ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് 300 വേണമെങ്കിൽ 300 ടൈപ്പ് ചെയ്യാം. ഓക്കെ, അത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന റൂൾസ് അനുസരിച്ച് ഇതിന്റെ ലെവൽസും മാറിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ സെറ്റിംഗ്സിൽ പിന്നെയും പോയിട്ട് നമുക്ക് ഈ കാണുന്ന കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ 50 ഡേക്ക് നിങ്ങൾക്കൊരു എന്താ പറയുക, എന്ത് കളർ വേണമെങ്കിലും കൊടുക്കാം. ചിലപ്പോൾ സെയിം കളർ വേണമെങ്കിൽ സെയിം കളർ വയ്ക്കുക. മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ മാറ്റാം. അപ്പം നിങ്ങളൊരു ബ്ലൂ കളർ കൊടുത്തു എന്ന് വയ്ക്കാം, കുറച്ചുകൂടെ വിസിബിൾ ആയി അല്ലേ. പക്ഷേ അത് ഒരുപാട് എന്താ പറയുക, അതിന്റെ വിഡ്ത്ത് കൂടുതലാണ്, നമുക്ക് അത്രയും വേണ്ട. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സ്റ്റൈലിൽ വരിക. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ പഠിച്ചു. പിന്നെ സ്റ്റൈലിൽ വന്നിട്ട് നമ്മൾ അതിന്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ പഠിച്ചു. ഓക്കെ, അതേപോലെ തന്നെ എന്താ പറയുക, ഇപ്പോൾ ഈ ബ്ലൂ കളർ എന്ന് വന്നല്ലോ ഇവിടെ. ഈ ബ്ലൂ കളറിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്താ ഗ്രീൻ വേണോ ഗ്രീൻ ആക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ നിങ്ങൾ കുറച്ച് അതിന്റെ തിക്നെസ്, ഒപ്പാസിറ്റി കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, ഇങ്ങനെ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് അതിന്റെ തിക്നെസ്സിനെ കുറയ്ക്കാനും കൂട്ടാനും പറ്റും. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നേർത്ത ലൈനായി, ഇത് കുറച്ചുകൂടെ കൂടുതലായി, ഇത് കുറച്ചുകൂടെ കൂടുതലായി, ഇത് മാക്സിമം. അപ്പോൾ ഞാൻ എപ്പോഴും ഇവിടെയാണ് വെക്കാറുള്ളത്. ഓക്കെ, സെക്കൻഡിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഏറ്റവും കൂടുതൽ വിസിബിൾ ആയിട്ട് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ എല്ലാം നമുക്ക് സെക്കൻഡിൽ തന്നെ മതി. കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഇത് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തു. റൈറ്റ്. അത് കഴിഞ്ഞിട്ട് ഇതിവിടെ ഡിഫോൾട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ഡിഫോൾട്ടിൽ വരിക, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക, സേവ് ആസ് ഡിഫോൾട്ട് എന്ന് കൊടുക്കുക, ഓക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ. ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് അപ്ലൈ ചെയ്യാൻ പഠിച്ചു. അതേപോലെ തന്നെ അതിന്റെ സെറ്റിംഗ്സ് എങ്ങനെ നമുക്ക് മാറ്റാം. സെറ്റിംഗ്സ് മാറ്റണമെങ്കിൽ നമുക്കത് അവിടെ ഇങ്ങനെ ഇൻഡിക്കേറ്റർ അപ്ലൈ ആയതിനു ശേഷം ഇവിടെ വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സിന്റെ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സെറ്റിംഗ്സ് മാറ്റാൻ വേണ്ടി പറ്റും. നൗ ഇപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എത്ര ഇൻഡിക്കേറ്റർ ഞാൻ നേരത്തെ പറഞ്ഞു, 3 ഇൻഡിക്കേറ്റർ ആണ് നമുക്ക് ഇടാൻ പറ്റുക അല്ലേ, അവർ അലോ ചെയ്യും. നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് അടുത്തൊരു RSI എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് ടൈപ്പ് ചെയ്യുന്നത്, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. ഓക്കെ, അതവിടെ വന്നു. പിന്നെ
ഇതാ ഇവിടെ താഴെ വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ഇൻഡിക്കേറ്ററും കൂടെ നമുക്ക് ഇട്ട് നോക്കാം. ഇപ്പം നമുക്ക് വോളിയം വേണമെങ്കിൽ വോളിയം ഇടാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക ഡാറ്റ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഇടാം. അതും ഞാനിവിടെ ഫേവറേറ്റിൽ കൊടുത്തു. ഓക്കെ, അപ്പോൾ വോളിയം കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം മനസ്സിലായോ? നോർമൽ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിപ്പോൾ ഇതൊരു സിംഗിൾ ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, ഇതൊരു സിംഗിൾ ഇൻഡിക്കേറ്റർ ആണ് 20 ഡേയ്സിൻ്റെയും 50 ഡേയ്സിൻ്റെയും 200 ഡേയ്സിൻ്റെയും ഒക്കെ. ഇപ്പം നമ്മൾക്ക് ഒരു വെടിക്ക് 3 പക്ഷി എന്ന് പറയുന്ന പോലെ ഒറ്റ ഇൻഡിക്കേറ്ററിൽ 3 കിട്ടി, അതിൻ്റെ കൂടെ വോളിയം കിട്ടി, അതിൻ്റെ കൂടെ താഴെ RSIയും കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താ പറയുക എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ ഇതിനെ ഉപയോഗിക്കാം. പക്ഷേ ഇങ്ങനത്തെ നമ്മൾ ഇൻഡിക്കേറ്റർ സെലക്ട് ചെയ്യുമ്പോൾ അത് കുറച്ച് എന്താ പറയുക, നിങ്ങൾ അതിൻ്റെ ബാക്ക് ടെസ്റ്റ് ഡാറ്റയൊക്കെ നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഞാനിപ്പോൾ സെലക്ട് ചെയ്ത ഇൻഡിക്കേറ്റർ ഐ ആം ട്രസ്റ്റിംഗ് ഓൺ ദാറ്റ് ഗൈ, റൈറ്റ്. നൗ പിന്നെ ഒരു കാര്യം കൂടെ, നമ്മളിങ്ങനെ ഇൻഡിക്കേറ്ററിൽ പോയി നമ്മളിവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നേരത്തെ സെറ്റിങ്സ് എല്ലാം സേവ് ചെയ്തു, ഇവിടെ ഈ സ്റ്റാർ മാർക്ക് കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ വെബ്സൈറ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് നമ്മുടെ NRI ട്രേഡർ മലയാളത്തിൻ്റെ വെബ്സൈറ്റ് ആണ്. ഇവിടെ എൻ്റെ കോഴ്സ് ഉണ്ട്, വിച്ച് ഇസ് എ ട്രേഡിംഗ് കോഴ്സ്, കംപ്ലീറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കോഴ്സ്. ഇതിനകത്ത് ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ റിവ്യൂസ് നിങ്ങൾക്കിവിടെ വായിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ, എങ്ങനെ ഒരു കമ്പനീനെ സെലക്ട് ചെയ്യാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, എങ്ങനെ അതിൻ്റെ ബിസിനസ്സിനെ ഫണ്ടമെന്റൽസിനെ നോക്കാം, എങ്ങനെ ഇതിൻ്റെ ടെക്നിക്കൽ പാറ്റേൺസ് മനസ്സിലാക്കാം, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു കോഴ്സാണ് മാസ്റ്ററിംഗ് ദ മാർക്കറ്റ്. ഇതിന് ഒരുപാട് എന്താ പറയുക ഓവർവെൽമിംഗ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് നിങ്ങൾ എല്ലാവരും തന്നിട്ടുള്ളത്. ഒരുപാട് താങ്ക് യു. അപ്പോൾ ഇത് ഇതുവരെ അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാർ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റട്ടെ. താങ്ക് യു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാളെ ഇപ്പോൾ ഇതിൻ്റെ ക്രിയേറ്റർ, ഈ ഒരു ഇൻഡിക്കേറ്റർ ക്രിയേറ്റ് ചെയ്ത ആൾ ഡിലീറ്റ് ചെയ്ത് കളയാന്ന് വെച്ചോളൂ. ഓക്കെ, അയാളത് ട്രേഡിംഗ് വ്യൂ ഒന്ന് പിൻവലിച്ചു. പക്ഷേ സ്റ്റിൽ ഇൻ യുവർ പിന്നെ എന്താ പറയുക സിസ്റ്റം ദാറ്റ് വിൽ ബി സേവ്ഡ്. അപ്പം നിങ്ങൾ ഏത് ട്രേഡിംഗ് വ്യൂ എന്താ പറയുക ഇൻഡിക്കേറ്റർ ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴും ഇവിടെ ഈ സ്റ്റാർ മാർക്ക് കൊടുക്കാൻ മറക്കാതിരിക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒറിജിനൽ സംഭവം ട്രേഡിംഗ് വ്യൂ ഒന്ന് പോയാലും നിങ്ങളുടെ ഈ സിസ്റ്റത്തിൽ നിന്ന് പോവില്ല. അൺടിൽ അൺലെസ് നിങ്ങൾ ഇത് അൺക്ലിക്ക് ചെയ്യുന്നത് വരെ അങ്ങനെയെങ്കിലും സമാധാനിക്കാം. ഓക്കെ, അപ്പോൾ അതൊരു പുതിയ കാര്യം നിങ്ങൾക്കിന്ന് മനസ്സിലായി. പിന്നെ ഇവിടെ ഈ 1 ഡേ 5 ഡേ 1 മന്ത് 3 മന്ത് ഇതൊക്കെ കൊടുത്തിട്ടില്ലേ? ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ കാണുന്നതെന്ന് വെച്ചാൽ 1 ഡേ എന്ന് പറയുമ്പോൾ ഒരൊറ്റ ദിവസം ഈ ഒരു മുഴുവൻ ഇന്റർഫേസിലും അത് 1 ഡേ ആയിട്ടായിരിക്കും കാണിക്കുക. മേലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 1 മിനിറ്റിലേക്ക് അത് മാറി. ഇങ്ങനെ നമ്മൾ 5 ഡേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇന്റർഫേസിൽ നമുക്ക് 5 ദിവസത്തെ ക്യാൻഡിലായിരിക്കും കാണുന്നുണ്ടാവുക. 5 മിനിറ്റ്സിന്റെ ക്യാൻഡിലായിട്ട് അത് മാറും. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഒരു വിഡ്ത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് 5 ദിവസമായിരിക്കും. നമുക്ക് തൽക്കാലം ഈ ഇൻഡിക്കേറ്റേഴ്സിനെ മാറ്റി വയ്ക്കാം. അതേപോലെ തന്നെ 1 മന്ത് കൊടുത്താൽ സെയിം ഇവിടെ ഇത് ഡെയിലിയിലേക്ക് മാറും. 1 മന്ത് ഡാറ്റ നമ്മൾ നോക്കുമ്പോൾ നോക്കാം ഇവിടെ എത്ര ഇവിടെ മേലെ വരുന്നത് എന്നുള്ള കാര്യം. ഞാനിപ്പോൾ 1 മന്ത് ക്ലിക്ക് ചെയ്തു, ഒന്ന് ലോഡാവട്ടെ. റൈറ്റ്, അപ്പോൾ 30 മിനിറ്റ്സിലേക്കായി. ഇതേപോലെ തന്നെ ഇവിടെ നമ്മൾ 1 ഇയർ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 ഇയർ ഡാറ്റ എന്ന് വെച്ചാൽ ഈ ഒരു ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇന്റർഫേസ് ഒരു വർഷത്തെ ഡാറ്റയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് നമുക്ക് ആവശ്യമായിട്ടുള്ള സെറ്റിങ്സ്. അതിൽ ഇവിടെ എപ്പോഴും നമ്മൾ ആലോചിച്ച് വെക്കുക, ചാർട്ട് നമ്മൾ എപ്പോൾ പരിശോധിക്കുമ്പോഴും ഇപ്പോൾ നിഫ്റ്റിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റിലയൻസ് എന്ന് കൊടുക്കുക, കുറച്ച് മുമ്പോട്ട് വരിക, 3 മാസത്തിന് മുമ്പുള്ള ഡാറ്റ മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യാൻ പാടുള്ളൂ ഇപ്പോഴത്തെ റൂൾസ് വെച്ചിട്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് മുമ്പോട്ട് തന്നെ ആക്കുന്നു. ഓക്കെ, താഴത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഇവിടെ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതൊന്ന് ലോഡാവട്ടെ. എന്ന് വെച്ചാൽ അത് മറക്കരുത്, നിങ്ങൾ ഇവിടെയും ഒരുമിച്ച് ഉപയോഗിക്കാൻ പാടില്ല. അത് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ ഇവിടെ മാത്രം ഇവിടെ ഡെയിലി എന്ന് സെലക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഇവിടെ ഒന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾ ഡെയിലാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്, ആ ഡെയിൽ തന്നെ വെക്കുക. കാരണം ഇവിടെ ഡെയിലി വെച്ചിട്ട് പിന്നെ ഇവിടെ നിങ്ങൾ 1 ഡേ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ക്യാൻഡിൽ 1 മിനിറ്റിൻ്റെ ആയി പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് എപ്പോഴും ഓർത്ത് വെക്കണം. അപ്പോൾ നിങ്ങൾ ഇവിടെ മാത്രം ഉപയോഗിക്കുക, ഡേ എന്ന് മാത്രം ഉപയോഗിക്കുക. അവിടെ ഡെയിലി സെലക്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ സ്ട്രാറ്റജികളും ഡെയിലി ടൈം ഫ്രെയിമിൽ തന്നെ ഉള്ളതാണ്, ഒന്നും മാറുന്നില്ല, എക്സെപ്റ്റ് സം മെന്റർഷിപ്പ് പ്രോഗ്രാം സ്ട്രാറ്റജീസ്. അപ്പോൾ നമ്മൾ റിലയൻസിൽ വന്നു. ഇനി നമുക്ക് നോക്കാനുള്ള എന്താണ്, ഇതിനകത്ത് നമുക്ക് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും വേണ്ട. നമുക്ക് ബേസിക്കലി വേണ്ടത് ഇത്രയും കാര്യങ്ങൾ തന്നെ ധാരാളമാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ഇവിടം തൊട്ടുള്ള ഇവിടം വരെയുള്ള ദൂരം അളക്കുക, എങ്ങനെയാണ് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള മെഷർമെന്റ് ചെയ്യുക, അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ അതിനായിട്ട് ഇവിടെ കുറേ ടൂൾസ് ഉണ്ട്.
അതിനകത്ത് ഫസ്റ്റ് ആയിട്ടുള്ളത് ഈ ടൂളാണ്. ഇത് നമ്മുടെ മൗസിന്റെ ടൂളാണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഡോട്ടിൽ വേണമെങ്കിൽ ഡോട്ടിൽ ഈ സംഭവം ഇവിടെ മൗസ് തിരിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് മാർക്ക് വേണമെങ്കിൽ പ്ലസ് മാർക്കിൽ വെക്കുക. ഞാൻ എപ്പോഴും പ്ലസ് മാർക്കിലാണ് വെക്കുക. താഴെ നിങ്ങൾ ഇവിടെ ലൈനിന്റെ ഒരു ബട്ടൺ കാണിക്കുന്നുണ്ട്. അതിന്റെ ലെഫ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും നിങ്ങൾക്ക് ഇത് സ്റ്റാർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ നിങ്ങൾ ഇത് സ്റ്റാർ ചെയ്യുമ്പോൾ എന്താവെന്ന് വെച്ചാൽ ആ സ്റ്റാർ ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് സൈഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അതിനെന്ത് ചെയ്യുക, അതാ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് പിന്നെ സ്റ്റാർ കൊടുക്കുക. ഓക്കെ, സ്റ്റാർ കൊടുത്തു 2-3 സ്റ്റാർ ഞാൻ കൊടുത്തു. റൈറ്റ്. അപ്പൊ നിങ്ങൾ താഴെ ഇവിടെ ഒരു സ്റ്റാർ ബട്ടൺ ഇവിടെ വരുന്ന കണ്ടോ. ഇത് എപ്പോഴും ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്കത് വിസിബിൾ ആവുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ ഇവിടെ സ്റ്റാർ മാർക്ക് കൊടുത്തിട്ട് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ അത് വിസിബിൾ ആയിരിക്കില്ല. അതെപ്പോഴും ആലോചിക്കുക. അപ്പൊ ഇവിടെ ഇത് ക്ലിക്ക് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതാ ഇവിടെ ഒരു സംഭവം തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതിനെ നിങ്ങൾ ഇവിടെ പിടിച്ചിട്ട് താഴേക്ക് ഇങ്ങനെ വെക്കുക, ഇവിടെ ഇങ്ങനെ വെക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ഇത്ര നേരം എന്താ പറയാ ഫേവറേറ്റ് എന്ന് കൊടുത്തിട്ടുള്ള എല്ലാ സംഭവങ്ങളും അവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ട്, ട്രെൻഡ് ലൈൻ വേണം, ഹൊറിസോണ്ടൽ ലൈൻ വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. പ്ലസ് ലൈൻ വേണോ, നിങ്ങൾക്ക് അത് വെക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. റൈറ്റ്. ഇപ്പോൾ അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ റേ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ താഴത്തെ നിരയിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതിനെടുക്കുക. ഇപ്പോൾ ബാക്കിയുള്ള കുറേ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല ബേസിക്കലി. പാറ്റേൺസിൽ വന്നു കഴിഞ്ഞാൽ കുറേ പാറ്റേൺസ് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എന്ന് വെച്ചാൽ ഇപ്പോൾ ABC എന്നാണെങ്കിൽ A അത് ഇവിടെ ഡ്രോ ആവും. ABC ഈ പോയിന്റ് വരെ അത് ഡ്രോ ആവും. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അവിടെ വരയ്ക്കാനുള്ള ഓപ്ഷൻസ് അവർ തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫ്രീ വേർഷനിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. പിന്നെ അടുത്തതിൽ വന്നു കഴിഞ്ഞാൽ ലോങ് പൊസിഷൻ, ഷോർട്ട് പൊസിഷൻ നമ്മുടെ വിഷയമല്ല. ഫോർകാസ്റ്റ്, കാരണം ഞാൻ ഓപ്ഷൻ ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യാത്ത ആളാണ്. ഞാനിപ്പോൾ 7.5 വർഷമായിട്ട് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. യാതൊരു തരത്തിലുള്ള ആവശ്യം ഇതുവരെ വന്നിട്ടില്ല, ഇനി വരാനും സാധ്യതയില്ല. ഇവിടെ നമുക്ക് ഉപകാരപ്പെടുത്തുള്ള ഒരു കാര്യമുണ്ട്. എന്താണത്? ഇവിടെ വരിക, ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രൈസ് റേഞ്ച്, ഞാനിവിടെ പ്രസ് മാർക്ക് കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് റേഞ്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ് ആൻഡ് പ്രൈസ് റേഞ്ച് രണ്ടും കൂടുതൽ സെലക്ട് ചെയ്യാം. അപ്പം ഞാൻ ഡേറ്റ് റേഞ്ചിന്റെ എനിക്ക് ആവശ്യമില്ല. ഇവിടെ ഡേറ്റ് ആൻഡ് പ്രൈസ് റേഞ്ചും മാത്രമാണ് ഞാനിവിടെ ഫേവറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ബ്രഷിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഏത് വേണോ, ബ്രഷ് വേണോ, അല്ലെങ്കിൽ പിന്നെ റെക്ടാങ്കിൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അത് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് കർവിന്റെ ആവശ്യം വരുമെങ്കിൽ കർവിന്റെ കാര്യങ്ങളവിടെ ഞാനിവിടെ ഫേവറേറ്റ് കൊടുത്തിട്ടുണ്ട്. ആരോ അപ്പ് വേണമെങ്കിലും ആരോ ഡൗൺ വേണമെങ്കിലും അവിടെ കൊടുക്കാം. റൈറ്റ്. അപ്പൊ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെക്കുക. ടെക്സ്റ്റ് ഫേവറേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് ഞാൻ, എനിക്ക് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണ്. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. ബാക്കി നമുക്ക് വലുതായിട്ടൊന്നും ഇവിടെ ആവശ്യമില്ല. ഓർമ്മിക്കുക, ഇത് നമ്മൾ എപ്പോഴും ക്ലിക്ക് ചെയ്ത് വെക്കണം, ഈ ഒരു ബട്ടൺ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എങ്ങനെയാണ് ഇനിയിപ്പോൾ ഇത് മെഷർമെന്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇവിടെ എനിക്കിപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഫേവറേറ്റ് ചെയ്തതാണ്. ഇതാണ് പ്രൈസ് ആൻഡ് ഡേറ്റ് റേഞ്ച്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ക്യാൻഡിൽ നമ്മളിവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ഇതാ എനിക്ക് ഇവിടെ 2 കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടം തൊട്ട് ഇവിടം വരെ നോക്കുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ കാണുന്നത്? 6.5% ഈ സ്റ്റോക്ക് ഇവിടെ മൂവ് ആയിട്ടുണ്ട് എന്ന് എനിക്ക് കണ്ടു. എത്ര ബാർസ് അവിടെ വന്നിട്ടുണ്ട്? 121 ബാർസ് അവിടെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു ട്രേഡിംഗ് ഡേ ആണ്. അതൊക്കെ അങ്ങനെ സാറ്റർഡേ സൺഡേ അതൊന്നും ഉണ്ടാവില്ല, ഹോളിഡേയ്സ് ഉണ്ടാവില്ല. 179 ഡേയ്സിലാണ് ഇത് അച്ചീവ് ആയിരിക്കുന്നത്. 121 ബാർസ് ആണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ടോട്ടൽ 179 ഡേയ്സ് ആയി 121 ബാർസ് ആണ് അതിനകത്ത് ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇത്രയും വോള്യത്തിൽ അവിടെ ട്രേഡിംഗ് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യവും നമുക്ക് വ്യക്തമായി. ഇപ്പോൾ ഈ ഒരൊറ്റ സംഭവം കൊണ്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി അതല്ല, നിങ്ങൾക്ക് ഇന്ന് പ്രൈസ് മാത്രം മതിയെങ്കിൽ ഇവിടം തൊട്ടിട്ട് ഇവിടം വരെ എത്ര പ്രൈസ് ഇത് മൂവ്മെന്റ് ആയി എന്ന് നിങ്ങൾക്ക് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാം. ഓക്കെ, ഇവിടെ താഴെ വരിക, ഈ ഓപ്ഷനിൽ എടുക്കുക, അതിനെതാ ഈ ക്യാൻഡിൽ വരെ 8% അത് മൂവ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, പ്രൈസ് മാത്രമാണ് നിങ്ങൾക്ക് കാണേണ്ടതെങ്കിൽ. ലൈൻ നിങ്ങൾക്ക് ഇങ്ങനത്തെ ലൈൻ, ഇവിടെ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വട്ടം ക്ലിക്ക് ചെയ്താൽ മതി, താഴെ അത് നിങ്ങൾക്ക് അവിടെ സെലക്ഷൻ ആയിക്കോളും. ഇങ്ങനെ വേണമെങ്കിൽ ലൈൻ വരയ്ക്കാം, എങ്ങനെ ലൈൻ വേണമെങ്കിലും ഇതിനകത്ത് വരയ്ക്കാം. എങ്ങനെ ലൈൻ വരയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ലൈൻ എടുത്ത് നിങ്ങൾക്ക് ട്രെൻഡ് ലൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരച്ച് നോക്കാവുന്നതാണ്. ലെവലൊക്കെ എങ്ങനെ പോകുന്നു, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഇവിടെ വരച്ച് നോക്കാം. റൈറ്റ്, ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ അതാണ് ലൈനിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴും ചാർട്ടിൽ പിന്നെ പുറകോട്ട് പോകണമെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ലൈൻ നിങ്ങളിവിടെ വരച്ചു. ഓക്കെ, ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, നിങ്ങൾക്കത് വേണ്ട, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമാൻഡ് Z കൊടുക്കാം, അല്ലെങ്കിൽ കൺട്രോൾ Z കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഇതൊരു പാറ്റേൺ ഇവിടെ ഫോം ആയിട്ടുണ്ട്. ഇവിടെ ഒരു പാറ്റേൺ ഉണ്ട്. ഓക്കെ, ഈ പാറ്റേൺ നിങ്ങൾക്ക് ഇവിടെ വരയ്ക്കണമെങ്കിൽ ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ്.
സോറി കപ്പ് കപ്പ് വിത്ത് ഹാൻഡിൽ പാറ്റേൺ ആണ്. ഇതവിടെ കപ്പ് ഫോമായി, ഇതവിടെ ഞാൻ അടുത്തൊരു ആർക്ക് എടുത്തു. ഈ ആർക്കിന് നമുക്ക് ഉപയോഗിക്കാനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് വൃത്തിയായിട്ട് നമുക്കിത് വരയ്ക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഹൈറ്റിനെ ഇങ്ങനെ അളക്കുക. ഓക്കെ, ഇങ്ങനെ ഹൈറ്റ് ഇതിനെ അളക്കുക. ഓക്കെ, എന്നിട്ട് അതിനെടുത്ത് ഇങ്ങനെ മേലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതാ അതിന് ടാർഗറ്റ് ഇവിടെ നമുക്ക് കിട്ടി. റൈറ്റ്, ഇവിടെ ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഇത് ഈ ടെക്നിക്കൽ പാറ്റേൺസിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ പ്രൈസിന്റെ സെറ്റിംഗ്സിൽ തന്നെ നമുക്ക് ഇങ്ങനെ വേണ്ട, നമുക്ക് ഇതിനെ മാറ്റണം. അപ്പൊ അങ്ങനെ പോകുമ്പോൾ എന്ത് ചെയ്യുക, അതിൽ ഒരു വട്ടം ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അതിന്റെ സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് വേണോ വേണ്ടയോ, വേണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക, അതിനെ വൈറ്റ് ആക്കുക. പിന്നെ എക്സ്റ്റെൻഡഡ് ലൈൻ ലെഫ്റ്റ് നിങ്ങൾക്ക് വേണോ അതോ നിങ്ങൾക്ക് റൈറ്റിലേക്ക് വേണോ, നിങ്ങൾക്ക് അതവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ലേബൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം, വേണമെങ്കിൽ വേണ്ട, അതൊക്കെ നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിന് തന്നെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കളർ ചേഞ്ചസ് വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ചെയ്യാം. എന്നിട്ടത് ഓക്കെ ചെയ്യാം. ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇത് ഇവിടെ ഇതിന്റെ റൈറ്റ് സൈഡിലേക്ക് അതിന്റെ പ്രൈസ് റേഞ്ച് മാറും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് തന്നെ നിങ്ങൾക്ക് ലെഫ്റ്റിലേക്ക് വേണമെങ്കിൽ നമുക്കിവിടെ ഇത് അൺചെക്ക് ചെയ്യുക, എന്നിട്ട് ഇത് എക്സ്റ്റെൻഡ് ലെഫ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് മാറും. റൈറ്റ്, പിന്നെ ആരോ അപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ആരോ മാർക്ക് ചെയ്യണമെങ്കിൽ ഈ ആരോയിൽ ഒരു വട്ടം ക്ലിക്ക് ചെയ്യുക, ഇവിടെ ഒരു വട്ടം ക്ലിക്ക് ചെയ്യുക. ഡൗൺ ആരോ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വട്ടം ആരോയിൽ ക്ലിക്ക് ചെയ്യുക, മേലെ ഡൗൺ ആരോ കൊടുക്കുക. അപ്പോൾ താഴേക്ക് മേലേക്കുള്ള അപ്പ് ആൻഡ് ഡൗൺ ആരോ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ നമുക്ക് മനസ്സിലായി. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇനി ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ പ്രൈസിന്റെ സെറ്റിംഗ്സ് തന്നെ നമ്മൾ എപ്പോഴും സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ റെഗുലർ ആണെന്ന് നമുക്ക് എപ്പോഴും ഉറപ്പ് വരുത്തണം. നമ്മൾ എപ്പോഴും ഇതിൽ പെർസെൻറ്റേജിലോ അവിടെ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യരുത്. നമ്മൾ റെഗുലർ ചാർട്ടിലാണ് നമ്മൾ എപ്പോഴും ഉണ്ടാവേണ്ടത്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇനി നിങ്ങൾക്ക് ഇതേ ചാർട്ടിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഒരു അലേർട്ട് സെറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ലെവലിൽ എനിക്ക് ഈ ടാർഗറ്റിൽ എത്തുമ്പോൾ ട്രേഡിംഗ് വ്യൂ നിങ്ങൾക്ക് ഒരു അലേർട്ട് വേണം. ഓക്കെ, ഇപ്പോൾ ഇതാണ് എൻ്റെ ടെക്നിക്കൽ പാറ്റേൺ. ആ പാറ്റേണിൽ എനിക്ക് ഇവിടെ മനസ്സിലായി ഇവിടെയാണ് എൻ്റെ ടാർഗറ്റ് വരാൻ. ഈ ഒരു ലെവൽ എത്തുമ്പോൾ എന്ന് വെച്ചാൽ എങ്ങനെ, ഈ താഴേന്ന് ഉള്ള ഈ ഒരു ലെങ്ത്തിനെ നമ്മളിങ്ങനെ അളന്നിട്ട് നമ്മളിതിനെ മുകളിൽ കൊണ്ടുവച്ചു നേരത്തെ അല്ലേ. അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ ലെവൽ എത്തുമ്പോൾ ഇത് ട്രേഡിൽ അച്ചീവ് ആകും നമുക്ക് മനസ്സിലായി. അങ്ങനെ വരുമ്പോൾ ഈ ലെവലിൽ നമ്മളൊരു എന്ത് ചെയ്യുക, ഒരു ഹൊറിസോണ്ടൽ ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോലെ ഇവിടെ ഹൊറിസോണ്ടൽ ലൈൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ലൈനിൽ ഒരു വട്ടം ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മുടെ അലേർട്ട് സെറ്റ് ചെയ്യാം. എങ്ങനെ, നമ്മൾ ഈ പ്രൈസ് റേഞ്ചിൽ എപ്പോഴെങ്കിലും ഈ പ്രൈസ് എത്തുകയാണെങ്കിൽ ട്രേഡിംഗ് വ്യൂവിൽ നമുക്കൊരു ഇമെയിലോ അല്ലെങ്കിൽ മെസ്സേജോ നമുക്ക് വരും. അതെങ്ങനെ സെറ്റ് ചെയ്യുക, അതിൽ ക്ലിക്ക് ചെയ്തു നമുക്കിവിടെ സമയത്തിൻ്റെ ഒരു സംഗതിയില്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. ഇതിനകത്ത് നിങ്ങൾക്ക് കണ്ടീഷൻസ് വെക്കാം. എന്താണ് കണ്ടീഷൻസ്? പ്രൈസ് ആണ് കണ്ടീഷൻ നമ്മുടെ. ഓക്കെ, അത് കണ്ടീഷൻ ഇസ് പ്രൈസ്. എന്താണ് കണ്ടീഷൻസ് വേണ്ടത്? ക്രോസിംഗ് അല്ലെങ്കിൽ ടച്ചിങ്, എന്ത് വേണം? ക്രോസിംഗ് ഡൗൺ ഓർ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ, ഇങ്ങനെ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ ക്രോസിംഗ് എന്ന് പറയുമ്പോൾ ഈ പ്രൈസ് ഇവിടെ വന്ന് ഇതിങ്ങനെ ക്രോസ് ആകുന്നുണ്ട്, അങ്ങനെ ഒരു ഇത് വരുമ്പോൾ, സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് ഇമെയിൽ വരും. ഇനി നമുക്ക് ക്രോസ് ചെയ്യുമ്പോൾ വേണ്ട, നമുക്കത് ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ മതി എന്നാണെങ്കിൽ നമുക്കത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് മാറും. നൗ എത്ര വട്ടം നിങ്ങൾക്ക് ട്രിഗർ വരണം, നിങ്ങളുടെ ഇമെയിൽ വരണം? ഓൺലി വൺസ് പെർ ബാർ അല്ലെങ്കിൽ വൺസ് പെർ ചോയ്സ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. എപ്പോൾ നിങ്ങൾക്ക് എക്സ്പയറി വേണം, എക്സ്പയറി കുറച്ച് നീട്ടി കൊടുക്കുക. ഓക്കെ, നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് ടാർഗറ്റ് കിട്ടുകയാണ്. അപ്പം നമ്മൾ എപ്പോഴും ഒരു 3 ഇയർ 4 ഇയർ 5 ഇയറിൻ്റെ 3 ഇയറിൻ്റെ പീരീഡിലെങ്കിലും മിനിമം എക്സ്പയറി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അത് ചെയ്തു വെക്കുക. ദെൻ അലേർട്ട് നെയിം, നിങ്ങൾക്ക് ഇവിടെ അലേർട്ട് നെയിം സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്നത് റിലയൻസ് അല്ലേ, റിലയൻസ് എന്ന് ടൈപ്പ് ചെയ്തു, ടാർഗറ്റ്. ഓക്കെ, താങ്ക് യു. ഐ ഓൾവേസ് സേ താങ്ക് യു ടു യൂണിവേഴ്സ്. അപ്പോൾ നമ്മളെപ്പോഴും ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും നന്ദി പറയാൻ ശ്രമിക്കുക. താങ്ക് യു. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് നിങ്ങൾക്ക് തന്നെ സ്വന്തം പറയണമെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ കൊടുക്കുകയാണ്, ഹായ് ബഡി, റിലയൻസ് 1 day ക്രോസിംഗ് ഹൊറിസോണ്ടൽ റേ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്ലീസ് ബുക്ക് യുവർ പ്രോഫിറ്റ്, പ്ലീസ് ബുക്ക് ദ പ്രോഫിറ്റ് ആൻഡ് എൻജോയ്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അലേർട്ട് ക്രിയേറ്റ് ആയി. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു എംബ്ലം വന്നു, അത് നിങ്ങളുടെ അലേർട്ട് അവിടെ സെറ്റ് ആയി എന്നാണ് അർത്ഥം. അപ്പോൾ എപ്പോഴെങ്കിലും ഈ പ്രൈസ് ഇവിടെ എത്തുമ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മെസ്സേജ് വരും. അപ്പോൾ അത് നിങ്ങൾക്കൊരു നല്ലൊരു ഗുണമുള്ള സംഗതിയാണ്. ഇതിന് തന്നെ പെയ്ഡ് വേർഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് SMS കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇനി ഓക്കെ, അപ്പം നമുക്കിനി ഇതിനകത്ത് വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പഠിക്കാം. വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിവിടെ പുതിയ വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബേസിക് വേർഷനിൽ പറ്റില്ല. അതിനകത്ത് പേയ്മെൻറ്റ് അവർ ചോദിക്കുന്നുണ്ട്, കാശ് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിന് ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക,
നോർമൽ ഇവിടെ ഉള്ള വാച്ച് ലിസ്റ്റ് തന്നെ നമുക്ക് ഇതിനകത്ത് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പൊ അതിനകത്ത് നിങ്ങൾ ഇവിടെ ഏത് കമ്പനിയാണോ സെലക്ട് ചെയ്യുന്നത് ആ കമ്പനിയുടെ സംബന്ധിച്ചിട്ടുള്ള ന്യൂസ് അവിടെ താഴെ തന്നെ നിങ്ങൾക്ക് കാണിക്കും. ആ ന്യൂസ് നിങ്ങൾക്ക് ഞാൻ മേലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ എന്തെങ്കിലും കറന്റ് ന്യൂസ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ അവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് വായിക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ടാവും. ഇനി നമുക്കൊരു പുതിയ കമ്പനീനെ ഇവിടെ നമുക്ക് ആഡ് ചെയ്യണം. ഓക്കെ, പുതിയ വാച്ച് ലിസ്റ്റ് പറ്റില്ല, പക്ഷെ ഇവിടെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ കമ്പനീസിനെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കുറച്ച് സംഭവം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു കമ്പനിയോട് ആഡ് ചെയ്യാം. ഇപ്പോൾ ലെറ്റ്സ് സേ ഞാൻ ഈ കമ്പനീനെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയ കമ്പനീനെ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് പിന്നെയും പോയി സെർച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കസർ കൊണ്ടുവരിക. എന്നിട്ട് അവിടെ ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഏതാണ് കമ്പനി, ഏതെങ്കിലും കമ്പനി സെലക്ട് ചെയ്യുക. എക്സ്പൈസ് ഏത് കമ്പനിയും ആയിക്കോട്ടെ. ഇപ്പോൾ ACC. ഓക്കെ, ഞാൻ ACC സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ACCന്റെ ചാർട്ട് വന്നു. ഇനി ഇവിടെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് ആഡ് ACC ടു ദ വാച്ച് ലിസ്റ്റ്. അപ്പോൾ ഇവിടെ വാച്ച് ലിസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ACC ആഡ് ആയി. ഈ രീതിയിൽ നിങ്ങൾക്ക് എത്ര കമ്പനികൾ വേണമെങ്കിലും ഇതിനകത്ത് അലൗഡ് ആയിട്ടുള്ള ലിമിറ്റിൽ നിങ്ങൾക്ക് കമ്പനി ആഡ് ചെയ്യാം. റൈറ്റ്, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായി. ഇനി നമുക്ക് ഇതിനകത്ത് സെക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ സെക്ഷൻസ് ഇവിടെ ഉണ്ടോ, ക്രിപ്റ്റോ, അതേപോലെ തന്നെ ഫോറക്സ്, ഫ്യൂച്ചേഴ്സ്, സ്റ്റോക്സ്, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ അല്ലേ. ഇതിനകത്ത് സെക്ഷൻസ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ വാച്ച് ലിസ്റ്റിൽ വരിക, ആഡ് സെക്ഷൻ. ഓക്കെ, ഇവിടെ ആഡ് സെക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പല പല സെക്ഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇപ്പോൾ നിഫ്റ്റി കുറച്ച് കാര്യങ്ങൾ ഇവിടെ മേലെ വേണം, താഴെ കുറച്ച് സ്റ്റോക്സിന്റെ പേര് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ നമുക്ക് വാച്ച് ലിസ്റ്റിനെ ആഡ് ചെയ്യാം. അതേപോലെ തന്നെ സെക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതിനകത്ത് വലിയ എന്താ പറയാ തൽക്കാലം റെസ്ട്രിക്ഷൻസ് ഇല്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി നമുക്ക് ഈ കമ്പനീസിൽ നമുക്കിപ്പോൾ ACC വന്നു. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ റിലയൻസ് ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് വന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ അവിടെ താഴെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ കമ്പനീസിനെ തന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെ വേറെ എന്തെങ്കിലും കമ്പനികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഇതിനെ ഡ്രാഗ് ചെയ്ത് മേലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇങ്ങനെ മേലേക്ക് കൊണ്ടുപോയി ഏതെങ്കിലും സെക്ഷനിൽ വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇവിടെ പ്ലേ ഔട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ എന്ത് വേണമെങ്കിലും അവിടെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനകത്ത് ഇതിനെ കളർ കോഡ് ചെയ്ത് വെക്കാം. നമുക്ക് ACC ഇപ്പൊ മേലെ ആയിപ്പോയി, റിലയൻസ് താഴെയായി. അപ്പൊ നമുക്ക് വേണമെങ്കിൽ കമ്പനി വൈസ് ഇതിനെ കളർ കോഡ് ചെയ്യാം. ഇതിന് റെഡ് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ ആക്കി കൊടുക്കാം. അപ്പോൾ ഒരു കളർ മാത്രമേ പറ്റുള്ളൂ, അതിനും അവർ പൈസ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ തൽക്കാലം റെഡിൽ വേണമെങ്കിൽ റെഡിൽ വയ്ക്കാം. ഏതെങ്കിലും കമ്പനി നിങ്ങൾക്ക് പെർട്ടിക്കുലർ ആയിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ആ സംഭവം എപ്പോഴും അവിടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ റെഡ് ലിസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ആ വാച്ച് ലിസ്റ്റ് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഓപ്പൺ ലിസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, റെഡ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ റെഡ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിസ്റ്റിലുള്ള കമ്പനികൾ മാത്രം ഇവിടെ ഓപ്പൺ ആയി വരും. ഓക്കെ, ഇങ്ങനെ നമുക്ക് അതിനെ പ്ലേ ഔട്ട് ചെയ്യാം. പിന്നെ ഇതിനകത്ത് 30 കമ്പനികൾ വരെ നമുക്ക് ഒരു വാച്ച് ലിസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം എന്നാണ് എൻ്റെ അറിവ്. 30 കമ്പനികൾ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. 30 കമ്പനീസ് ഇനഫ് ബേസിക്കലി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ഇവിടെ ഈ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും ഇവിടെ മനസ്സിലാവും. അഡ്വാൻസ്ഡ് വ്യൂ ആണ് അവർ നമുക്ക് തരുന്നത്. ആ അഡ്വാൻസ്ഡ് വ്യൂവിൽ എത്ര കമ്പനികൾ നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടോ ആ കമ്പനീസിന്റെയും അതേപോലെ തന്നെ കമ്പാരിസൺ സിമ്പിൾ നിഫ്റ്റി നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിഫ്റ്റിയാണ്. ആ നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അവരെങ്ങനെയാണ് ആ കമ്പനി പെർഫോം ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഇതിനകത്ത് ഇത് റെഡ് ലിസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് വേണ്ട. അതുപോലെ തന്നെ ഈ കമ്പനി നമുക്ക് വേണ്ട. അത് കമ്പനിയല്ല, അത് US$ ആണ്. അപ്പൊ നമുക്ക് നിഫ്റ്റിയും US$ന്റെയും കമ്പാരിസൺ നമുക്ക് നോക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ആ കമ്പാരിസൺ പാറ്റേൺ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇനി ഈ ഒരു വാച്ച് ലിസ്റ്റിൽ തന്നെ നമുക്ക് ഇവിടെ പിന്നെ വേറെ കമ്പനികൾ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. ഇപ്പോൾ ഇവിടെ പ്ലസ് ബട്ടൺ ഉണ്ടതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും കമ്പനി ഇവിടെ ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നിഫ്റ്റി. ഓക്കെ, നിഫ്റ്റി നമുക്ക് ഇവിടെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ പ്ലസ് ബട്ടൺ ഉണ്ട്. ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കമ്പനീസ് ആഡ് ആവും. ഓക്കെ, ഇപ്പോൾ ഇൻഡിഗോ പെയിൻസ് വേണമെങ്കിൽ നമുക്ക് ഇൻഡിഗോ പെയിൻസും കാര്യങ്ങളൊക്കെ എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ ആഡ് ചെയ്യാം ബേസിക്കലി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കമ്പനികൾ നമ്മൾ ഇവിടെ ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിന്റെ കുറച്ച് ഫർദർ ഡാറ്റ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ഒരു പിസേന്റെ എംബ്ലം ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് കമ്പനികളുടെയും കമ്പാരിസൺ ഇവിടെ കാണിക്കും. നിഫ്റ്റിന്റെ കമ്പാരിസണോടെയും അതേപോലെ തന്നെ നിഫ്റ്റിന്റെ ബേസിസിൽ എന്താണ് ആ സ്റ്റോക്ക് പെർഫോം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഏതാണ് സെക്ടർ എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇൻഡസ്ട്രി ഏതാണെന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ വിസിബിൾ അല്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഷെയർ ചെയ്യാൻ എക്സ്പോർട്ട് ചെയ്യാനുള്ള അവർ ഇല്ല, അതിനും പൈസ ചോദിക്കുന്നുണ്ട്. എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത്രയും കാര്യം നമുക്ക് അവിടെ മനസ്സിലായി. ഇനി എന്താണ് നമുക്ക് നോക്കാനുള്ളത് ഇവിടെ? ഇവന്റ്സ്. ഓക്കെ, ഇപ്പോൾ ഇവന്റ്സ് നമുക്കിപ്പോൾ ഈ ഒരു നിഫ്റ്റിന്റെ ബേസിസിലോ അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള കമ്പനികളുടെ ബേസിസിലോ ഇപ്പോൾ ACCന്റെ കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, ACCയിൽ വരുന്ന
ന്യൂസുകൾ, അതേപോലെ തന്നെ ഡിവിഡൻസ്, ഇതൊക്കെ നമുക്ക് ഇവിടെ താഴെ തന്നെ നമുക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ പോയിട്ട് ഇവന്റ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവന്റ്സിൽ ഇവിടെ അത് കണ്ടോ, ഡിവിഡൻസ് വേണമെങ്കിൽ ഡിവിഡൻസ് ക്ലിക്ക് ചെയ്ത് വെക്കാം, സ്പ്ലിറ്റ് വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് വെക്കാം. ഇതൊന്നും ഞാൻ വെക്കാറില്ല. ഏർണിങ്സ് ഞാൻ വെക്കാറുണ്ട്. അപ്പോൾ മന്ത്ലി എപ്പോഴാണ് ഏർണിങ്സ് വരുന്നത്. അതുകൂടാതെ തന്നെ ന്യൂസ് നോട്ടിഫിക്കേഷനും ന്യൂസും നമുക്കിവിടെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 സാധനങ്ങളും ഇവിടെ അപ്ലൈ ആയി. ഓക്കെ, ഇങ്ങനെ അപ്ലൈ ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു എന്താ പറയാ മിന്നൽ സംഭവം ഉണ്ടല്ലോ, ഈ മിന്നൽ, ഇതാണ് ന്യൂസ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ മിന്നലാണല്ലോ ഓരോ ന്യൂസും. അപ്പൊ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള റീസെന്റ് ആയിട്ടുള്ള ന്യൂസുകൾ കാര്യങ്ങളൊക്കെ ഇത് കണ്ടില്ലേ. മാർച്ച് 5 ACC സേസ് കർണാടക ടാക്സ് ഓർഡർ ലിവൈസ് പെനാൽറ്റി ഓഫ് 67.8 million rupees. ആ ന്യൂസ് നമുക്ക് അവിടെ കിട്ടി. അപ്പോൾ ആ ന്യൂസിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡാറ്റ നമുക്ക് അവിടെ കിട്ടും. ഫർദർ നമുക്കത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ കുറച്ച് ഡാറ്റ കിട്ടി. ACC സേസ് ദിസ്, ഇതാണ് ന്യൂസ്. നിങ്ങൾക്കത് ഫർദർ ഡാറ്റ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇതിന് നിങ്ങൾക്ക് ഇവിടെ നേരെ എവിടെയെങ്കിലും കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ഗൂഗിളിൽ പോവുക, അവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വരുന്നുണ്ടോ കൂടെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വായിച്ച് നോക്കാവുന്നതാണ് എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ, എന്താണ് സംഭവം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇങ്ങനെ നമുക്കത് നോക്കാം. അതേപോലെ തന്നെ ഡിവിഡൻഡ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏർണിങ്സ് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴാണ് അതിന്റെ റിസൾട്ട് വരുന്നത്, അത് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഈ കമ്പനി ഡിവിഡൻഡ് പേ ചെയ്തിട്ടുണ്ടോ, ഡിവിഡൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 7 രൂപ 50 പൈസ ഡിവിഡൻഡ് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ജൂൺ 24 പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടു ബി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും ഇവിടെ അടുത്ത ഏർണിംഗ് കോൾ വരാൻ പോവാണ്. അപ്പോൾ ഡിവിഡൻഡ് ഇവിടെയൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ?